ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന സവിശേഷത നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് ദേശീയ ഗണിത ദിനമാണ്. ഗണിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമാണുള്ളത്. മനുഷ്യൻ്റെ എന്നല്ല പ്രപഞ്ചത്തിൻ്റെ തന്നെ എല്ലാ പ്രക്രിയകളുടെയും അടിസ്ഥാനം ഗണിതം തന്നെയാണ്. പൊടിക്കൈകളിലൂടെയും ചില എളുപ്പ വഴികളിലൂടെയും ഗണിതത്തെ നമുക്ക് അനായാസമായി കൈകാര്യം ചെയ്യാമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ശ്രീമതി മേഴ്സി പീറ്റർ. സുദീർഘമായ അധ്യാപക പരിചയത്തിൽ ഉള്ള ടീച്ചറിന് NCERT പുരസ്കാരവും മാത്തമാറ്റിക്കൽ ചെസ് എന്ന കണ്ടുപിടുത്തത്തിന് കിട്ടുകയുണ്ടായി. ടീച്ചറെ നമുക്ക് പരിചയപ്പെടാം. സ്വാഗതം ചെയ്യുന്നു ടീച്ചറിനെ. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ടീച്ചറിന് കണക്കിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്തരം ഒരു കണക്കിനോട് ഇത്രയും അധികം ഒരു താല്പര്യമുണ്ടായത്? അതിന് കാരണം എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. ഞങ്ങൾ കൊച്ചുങ്ങളായിരിക്കുമ്പോഴേ കളിക്കാനൊക്കെ പോകുമ്പം അപ്പച്ചൻ കൂടെ വരും. അതിലൂടെയൊക്കെ തന്നെ ഞങ്ങളെ അറിയാതെ ഞങ്ങൾ കണക്ക് പഠിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു സാറ്റ് കളി ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ സാറ്റ് കളിക്കുക. ടീച്ചറിൻ്റെ കുട്ടിക്കാലത്ത്? എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പം ഞാനിങ്ങനെ എണ്ണാൻ നിന്നു. 1 2 3 100 വരെ എണ്ണണം. വിളിച്ചില്ലെങ്കിലും സാറ്റ്. എല്ലാവരും വിളിച്ചു. അപ്പോൾ ഉണ്ട് മാങ്ങ വീഴുന്നു. ഞാൻ ഓടി അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പം ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരു കുരുത്തൻകെട്ട പയ്യനുണ്ട്. അവൻ മാവിൽ കയറിയിരുന്ന് മാങ്ങ പറിച്ച് തിന്നുക. അതിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയതാണ്. അപ്പോൾ അത് നോക്കി നിന്നപ്പോൾ എല്ലാവരും വന്ന് സാറ്റ് വെച്ചു. ഞാൻ തോറ്റുപോയി. അപ്പം ഞാൻ നിന്ന് കരഞ്ഞു. ഞാൻ കരയുന്ന കണ്ട് അപ്പച്ചൻ വന്നു, കാര്യം തിരക്കി. അപ്പം ഇവനോട് പറഞ്ഞു, പഴുക്കാറായ മാങ്ങയെല്ലാം ഇനി പറിച്ചിടുക എന്ന് പറഞ്ഞു. അവൻ എല്ലാം പറിച്ചിട്ടു. അപ്പം ഒരു 25 മാങ്ങ ഉണ്ടെന്ന്. അപ്പം ഞാനിതെല്ലാം പെറുക്കിയെടുത്ത് നടപ്പോൾ അപ്പച്ചന് മനസ്സിലായി ഇവനൊന്നും കിട്ടത്തില്ലെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ മോള് 2 എടുത്ത് അവന് 3 കൊടുക്കണം, അവനല്ലേ പറിച്ചിട്ട്. ഞാൻ നോക്കി 25 മാങ്ങയാണെങ്കിൽ ഞാൻ 12 എടുത്തു. അവന് 12 കൊടുത്തിട്ട് 1 അവന് അധികം കൊടുത്തു. 12 അവന് 13. അപ്പം അവന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്, ഇത്രയല്ല. പക്ഷേ അവന് കണക്കറിഞ്ഞൂടെ എന്താണെന്ന്. ഉടനെ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ്, മോൾ ഇവിടെ 2 വെക്ക്, അവിടെ 3 വെക്ക്, ഇവിടെ 2 വെക്ക്, അവിടെ 3 വെക്ക്, ഇവിടെ 2 വെക്ക്, 3 വെക്ക്. ഞാൻ അങ്ങനെ വെച്ചു. ഒരു കുഴപ്പമില്ലെന്നാണ് കരുതിയത്. ഞാനെടുത്ത് എണ്ണി നോക്കിയപ്പോൾ എനിക്ക് 10 ഉള്ളൂ, അവന് 15 ഉണ്ട്. 15. ഇതിലാണ് 12ഉം 13ഉമായിട്ട് വീതം വെച്ചത്. ടീച്ചറിന് വളരെയധികം എളുപ്പമായി തോന്നിയിരുന്നു ഈ കണക്ക് അഭ്യസിക്കുന്നത്? വളരെയധികം എളുപ്പമായി തോന്നിയിരുന്നു? ഇല്ല, എനിക്ക് കണക്കാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എപ്പോഴും കണക്കിലാണ് കൂടുതൽ ശ്രദ്ധ. അതിൽ ഈ കടങ്കഥകൾ, കളികൾ, അത് ഒക്കെ എനിക്ക് പണ്ടേ എൻ്റെ അപ്പച്ചനും അതിന് കൂട്ടുണ്ട്. അങ്ങനെ അതിൽ കണക്കിന് എപ്പോഴും ഫുൾ മാർക്ക് കിട്ടും. 115 ആണെങ്കിൽ 115 കിട്ടും. കണക്കിന് ഒരു കുറവുമില്ല മാർക്ക് കിട്ടാൻ. പക്ഷേ മറ്റു വിഷയം സോഷ്യൽ സ്റ്റഡീസൊക്കെ ഭയങ്കര പാടാണ്, ഓർത്തിരിക്കാൻ പാടാ. ചിലർക്ക് നേരെ തിരിച്ചാണ്. മറ്റുള്ള വിഷയങ്ങളെല്ലാം ഞാൻ SSLC പാസ്സായത് ദൈവത്തിനറിയാം. സോഷ്യൽ സ്റ്റഡീസിന് തോറ്റുപോയാൽ പോയി. സോഷ്യൽ സ്റ്റഡീസ് ഞാനിങ്ങനെ ഓരോന്നും മനസ്സിൽ കുറിച്ചിട്ട് അന്നത്തെ ദിവസം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആരോടും മിണ്ടുകയില്ല. കണക്കിൻ്റെ ദിവസം ഓടി നടന്ന് വർത്താനം പറിച്ചില്ല. അതെ അതെ. പക്ഷേ ടീച്ചറിൻ്റെ പഠനകാലത്തൊന്നും കണക്കിനോട് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും കണക്ക് വളരെ രസകരമായ ഒരു വിഷയമാണെന്നാണ് തോന്നുന്നത്. എപ്പോഴും കണക്കുമായിട്ടേ ഇരിക്കത്തുള്ളൂ, അതാണ് ഇഷ്ടം. അതെ. പക്ഷേ ടീച്ചർ എപ്പോഴും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് കണക്കിന് വൈഷമ്യം നേരിടുന്ന കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് നിരവധി സംഭവങ്ങൾ ടീച്ചർ ചെയ്യുന്നുണ്ട്. പൊടിക്കൈകൾ ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് കുട്ടികളുടെ ഏറ്റവും അടുത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പഠനം ഇപ്പോൾ ഹരിക്കുക, ഗുണിക്കുക എന്നുള്ളതാണല്ലോ കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഈ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പൊതുവേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംഭവം ആ രീതിയിൽ വിശദീകരിച്ച് ടീച്ചർ കൊടുത്ത് ആ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ രസമായിരിക്കും. കണക്ക് ഇത്രയും രസകരമായ ഒരു വിഷയമാണെന്ന് അവർ മനസ്സിലാക്കും. ഇനി അതുകൂടാതെ അവർക്ക് ഈ മൈനസ് സംഖ്യകൾ വരുമ്പോഴാണ് പിന്നെ അടുത്ത പേടി. ഈ മൈനസ് സംഖ്യ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇല്ലായിരുന്നു. 1 2 3 അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ ഈ പിന്നെ ഇവർ പണ്ട് ഗണിതശാസ്ത്രജ്ഞന്മാരൊക്കെ കച്ചവടക്കാരും ഒക്കെ ആയിരുന്നു. അവർ കണക്ക് കൂട്ടാനൊക്കെ കിടന്ന് പാടുപെടുന്നത് കണ്ടുകൊണ്ടാണ് ആരോ ഇത് പിന്നെ എന്തെങ്കിലും ഒരു സാധനം അത് നമ്മളിന്ന് എക്സ് എന്നിരിക്കട്ടെ എന്ന് വെക്കുന്നത്. അതിനോടുകൂടി നമ്മൾ ചെയ്തതെല്ലാം അതിനോട് കുറയ്ക്കുകയും കൂട്ടുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം എത്രയുണ്ട് എന്നിട്ട് അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക. അതാണ് പിന്നെ ഒരു ഓൾജിബ്ര ആയി മാറിയത്. അൽ ജബർ അൽ മുഖാബല എന്ന് പറഞ്ഞ് അൽ മുഹമ്മദ് അൽ ഖൗരസ്മി മുഹമ്മദ് ഒരു പുസ്തകം എഴുതി, അൽ ജബർ അൽ മുഖാബല. ഈ അൽ ജബർ എന്നുള്ള വാക്കാണ് അൽജിബ്ര ആയത്. അതിലാണ് അൽജിബ്രയെ പറ്റിയൊക്കെ ഉള്ളത്. അപ്പം അത് വന്നപ്പോഴത്തേക്കും വേറൊരു പ്രശ്നം വന്നു. മൈനസ് സംഖ്യ കയറി വരുന്നു. ഇപ്പുറത്തുനിന്ന് +2 അപ്പുറത്തോട്ട് -2 ആകുന്നു അല്ലേ. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് ആരും ഇതിനെ
അംഗീകരിച്ചില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കാര്യം എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഗുണിക്കുക ഹരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ ഗുണനം പഠിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? നെഗറ്റീവ് സംഖ്യയുടെ ഗുണനഹരണം എല്ലാം പഠിക്കാൻ അവർ പറഞ്ഞെല്ലാം കൊടുത്തതിന് ശേഷം അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗെയിം കണ്ടുപിടിച്ചത്. ഇപ്പോഴത്തെ പഠന രീതി എന്ന് പറയുന്നത് വളരെയധികം ഭാരം കൊച്ചു ക്ലാസ്സിൽ എല്ലാം പഠിപ്പിക്കലാണ്. അതെ, പഠിപ്പിക്കലല്ല. കൊച്ചു ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് വളരെ ലളിതമായിട്ട് കുട്ടികൾക്ക് മനസ്സിൽ ഭയമില്ലാതെ കടത്തിവിടാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ ഹൈസ്കൂളിലാണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു ക്ലാസ്സിലെ കുട്ടികൾക്ക് പിന്നെ ഗുണനമൊക്കെയാണല്ലോ തുടങ്ങുന്നത്. അതിങ്ങനെ എന്നെ കൊച്ചുനാളിൽ അപ്പച്ചൻ പറഞ്ഞു എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2ന്റെ ഗുണം, ഇവിടെ 2 വെച്ചു, ഇവിടെ 2 വെച്ചു, 2 വെച്ചു. എത്ര 2 ഉണ്ട്? ഇപ്പം 2 2 ഇപ്പം 4 ഉണ്ട്, 3 2 ഉണ്ട്, 3 2 6 ഉണ്ട്. അപ്പം 3 2 6 ആയില്ല. ആ കുട്ടിക്ക് അപ്പം മനസ്സിലായി അഡീഷനാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഡീഷൻ തന്നെയാണ്. 3 പ്രാവശ്യം 2 കല്ല് 3 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. അപ്പം അതിൻ്റെ ആ സത്യം, ആ യാഥാർത്ഥ്യമൊക്കെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ പാട്ടുകളുണ്ടല്ലോ, അതിൽ പിന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കടങ്കഥ പോലെ. ഇന്നലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഒരു അമ്മ കൊണ്ടുവന്നു. എന്നിട്ട് ഇവനെ ഒന്ന് കണക്ക് രസകരമാക്കി കൊടുക്കണമെന്ന് പറയും. അപ്പം ഞാൻ ഈ അമ്മയെ നോക്കി, അമ്മ മെഡിക്കുകയാണല്ലോ, സാധാരണ എല്ലാവരും 10ാം ക്ലാസ്സൊക്കെയാണ് അതുകൊണ്ട്. അപ്പം ഞാനും ഇവനും കൂടെ വർത്തമാനം പറയുന്നു. അവൻ ഈ ഗെയിമൊക്കെ കളിക്കുന്നു. അവന് വേണ്ടിയിട്ട് ഞാൻ ഈ മൈനസ് മടക്കി വെച്ചു. കുറച്ച് ഞാനങ്ങ് മാറുമ്പോൾ അവൻ മൈനസ് നിർത്തി വെക്കുന്നു. പിന്നെ ഞാൻ അത് പറഞ്ഞു കൊടുത്തു. 0 + 1 0 എന്നൊന്ന് പറയും, -1 പോയിന്റ്. ഉടനെ അവനോട് ഞാൻ ചോദിച്ച ചോദ്യം നേരത്തെ പറഞ്ഞു, -2 + 5 എത്രയാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അവൻ പറയുന്നത് 3 എന്ന്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ. അത് കഴിഞ്ഞപ്പം മൈനസ് എടുത്തു, എല്ലാം കളി എല്ലാം നല്ല റെഡി. അത് കഴിഞ്ഞപ്പോൾ അവന് ഞാൻ പാട്ടിട്ടു, കിളിയുടെ ഒരു പാട്ടാണ്. ആ പാട്ട് കണക്ക് പഠിപ്പിക്കുകയാണ്. കിളി ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നതാണ്. അതിന്റെ അവസാനം കിളി ചോദിക്കും ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഗണിതം ഒരു സംഗീതം പോലെ. ഗണിതം ഒരു സംഗീതം പോലെ. ഇത് പാട്ടുരൂപത്തിൽ ടീച്ചർ അവതരിപ്പിക്കുന്നു. ഞാൻ പാട്ടുകളെല്ലാം ഞാൻ മനോരമ പഠിപ്പിച്ച് പ്രസിദ്ധീകരിച്ചാണ്. അതെല്ലാം സംവിധാനം ചെയ്തു, കാസറ്റ് ഇറക്കി. അതെല്ലാം കണക്കാണ് അതിന്റെ. അതെങ്ങനെയാണ് ടീച്ചർ അത് കണക്ക് രൂപത്തിൽ, സംഗീത രൂപത്തിൽ? അത് ഞാൻ ഈ പിന്നെ സ്കൂളിനൊക്കെ ഒരു ദിവസം അവധി കൊടുത്തിട്ടാണ് എൻ്റെ പരിപാടി നടത്തുന്നത് പല സ്കൂളുകളിലും. പിന്നെ അതുപോലെ എടുക്കുമ്പം ഞാനിത് പാടുമ്പോൾ ഒരാളുടെയെങ്കിലും കണ്ണ് നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സാക്ഷരതാ പരിപാടി, മുതിർന്ന പഠിതാക്കളല്ലേ, ഒരു ദിവസം ഈ പാട്ട് പാടി ഞാൻ. പിന്നെ ഒരു സ്ത്രീ, പ്രാഞ്ചൊരു സ്ത്രീയാ കരയുന്ന, എൻ്റെ ജീവിതമാണ് ടീച്ചർ പാടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കിളിയുടെ സങ്കടം. അത് അവസാനം കിളി ചോദിക്കും ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു. കിളിയെല്ലാം പറന്നു പോയില്ലേ. ആ ഒരു ഐഡിയ ഒക്കെ ടീച്ചറിന് എങ്ങനെയാ എവിടെ വന്നത്? കാര്യം പഠിപ്പിക്കുകയായിരുന്നല്ലോ ടീച്ചർ സ്കൂളിൽ. എനിക്ക് തന്നെ തോന്നി ഇങ്ങനെയൊക്കെ പാട്ടിലൂടെയും കഥയിലൂടെയും കളികളിലൂടെയും ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് രസകരമായിട്ട് തീരും. കണക്കെന്നുള്ളത് പിന്നെ ഇവരെ അറിയണ്ട, അത് അവസാനം അറിഞ്ഞാൽ മതി. ഇത് അപ്പം ചിന്തിച്ചവർ ചെയ്തൊക്കെ കഴിയുമ്പോൾ അല്ലേ അറിയുന്നത്. അപ്പം കണക്കാണെന്ന് കുട്ടികൾ അറിയണ്ട. ഇപ്പം പാട്ട് ഇപ്പം ഒരു മരച്ചില്ലയിൽ ഒറ്റയ്ക്ക് ഒരു കിളി പാടി പറഞ്ഞു കരഞ്ഞിടുന്നു. ഒരു മഴക്കാലത്ത് ഞാനിമൻ കൂട്ടരും ഈ മരച്ചില്ലയിൽ കൂടുകൂട്ടി. പിന്നെ മാമ്പഴക്കാലത്ത് ഞങ്ങളിൽ ഒരു കിളി കൂട് വിട്ടങ്ങു പറന്നുപോയി. കൊയ്ത്തുകാലം വന്നു ഞങ്ങളിൽ പാതിയും പാടത്തലഞ്ഞു മറന്നുപോയി. പിന്നൊരു വേനലിൽ എന്നെ തനിച്ചാക്കി 3 പേർ ദേശാടനത്തിന് പോയി. കൂടെ പറക്കുവാനാവാതെ ഞാൻ ഇന്ന് ചില്ലയിലാരെയോ കാത്തിരിപ്പു. കുറെ കിളികൾ ഞാൻ കുറെ കുത്തുകുത്തങ്ങിടും ബോർഡില്. കുറെ കിളികൾ എത്ര നമുക്ക് അറിഞ്ഞൂടാ. ഇനി കിളി പറയുന്ന കാര്യമൊക്കെ സത്യസന്ധമായിട്ട് കുറിച്ച് വെക്കണമെന്ന് പറഞ്ഞു. ഒരു കിളി മാമ്പഴക്കാലത്ത് പറന്നുപോയി. അപ്പം നമുക്ക് ഒരു കിളി കുറഞ്ഞു, ഒരു കിളി പോയി എന്ന് പറയുന്നതിന് വരെ നമുക്കൊരു അടയാളം ഇടാൻ വല്ലതും ഉണ്ടോന്ന് ഏതെങ്കിലും ഒരു കുട്ടി പറയും -ഇടാൻ. അപ്പോഴാണ് നമ്മൾ ഈ എക്സ് എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത്. അത് പിന്നെ അവസാനം അത് പറയുള്ളൂ. അപ്പം -1. പിന്നെ ഇതിന്റെ പകുതി പേര് കൊയ്ത്തുകാലത്ത് പോയി. അപ്പം പകുതി പേരെ കാണുന്നത് ഇങ്ങനെ 2 കൊണ്ട് ഹരിക്കണം. അപ്പം /2. പിന്നെ 3 പേര് ദേശാടനത്തിന് പോയി. അപ്പം -3. അപ്പം എത്രയേ ഉള്ളൂ, ഇവരെല്ലാം പോയി കഴിയുമ്പോൾ 1 ഉള്ളൂ. അപ്പം കുട്ടികളോട് നമ്മൾ ചോദിച്ചു തന്നെ എഴുതണം. അപ്പം ടീച്ചറെ സമം 1 എഴുതണം. 1. ഇനി നമുക്ക് ചിന്തിക്കാം, നേരത്തെ ചിന്തിച്ച പോലെ ഒന്ന് ചിന്തിച്ചെങ്കിൽ 3 കിളി പോകുന്നതിന് മുൻപ് ഇവിടെ അടുത്ത സ്റ്റെപ്പ് ഈ 3 ഇല്ല, -3 ഇല്ല, അപ്പുറത്ത് 4. പിന്നെ പകുതി പേരാണിത്. അപ്പം മുഴുവൻ പേര് എത്രയാ? /2 കളയണം. അവിടെ എത്രയാ? 4 × 2 8 പേര്. പിന്നെ ഇവിടെ ഒരു കിളി പോയി -1. ആ കിളി പോകുന്നതിന് മുമ്പ് ഈ കുത്തു മാത്രമേ വരത്തുള്ളൂ. -1 അപ്പുറത്ത് പോയി 9 +1 9 അല്ലേ? ഇനി നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കാൻ പറയും. സ്റ്റെപ്പ് നോക്കുമ്പോൾ എന്താ,
ഒന്നും ചിന്തിക്കേണ്ട. ഇവിടുത്തെ -3 അപ്പുറത്ത് +3 ആയി, /2 × 2 ആയി, -1 +1 ആയി. അല്ലാതെ ഈ സ്റ്റെപ്പ് അല്ല ആദ്യമേ പറയേണ്ട. ടീച്ചേഴ്സ് ആദ്യമേ പറയുന്ന ഇതായിരിക്കും, ഇത് ഇപ്പുറത്തുള്ളതിനെ അപ്പുറത്തുള്ള പ്ലസ് മൈനസ് ആക്കിക്കണം, -+. അപ്പോൾ ഈ കുട്ടി /-2 എന്നുള്ളതിനെ ചിലപ്പോൾ ×+2 ഇട്ട് കളയും, -+ ആക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പം ഇനി നമ്മൾ അപ്പം ഇത് മനസ്സിലായല്ലോ കുട്ടിക്ക്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നാൽ ഒന്നും ചിന്തിക്കേണ്ട, സത്യസന്ധമായിട്ട് എഴുതുക, ഒരു ഇക്വേഷൻ എഴുതുക, സോൾവ് ചെയ്യുക, ഉത്തരം കിട്ടി അല്ലേ. ഇതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പണ്ട് പറഞ്ഞത്, പിന്നെ നമ്മൾ പേരറിയാത്ത ഒരു ജീവിയെ നമ്മൾ കണ്ടെത്തുകയാണ്, എന്തോ പേരറിയാത്ത ഒരു ജീവിയെ കണ്ടെത്തി അതിനൊരു പേര് നൽകുന്നതാണ് ഓൾജിബ്ര എന്നാണ് പറയുന്നത്. ഇനി ഈ കുത്തുകുത്തിടുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും, നമ്മൾ ഇത്ര കുത്തുകുത്തിട്ടിട്ട് പാടുപെടുന്നത് എന്തിനാ, നിങ്ങളുടെ പേരെന്തോ, ബിജു. അപ്പം ബിജു, ആകെ കിളികൾ ബിജു ആയിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല, ബിജു -1/. അപ്പോൾ ലാസ്റ്റ് ബിജു = 9 എന്ന് കിട്ടും അല്ലേ. അപ്പം നമ്മളിത് സപ്പോസ് ചെയ്തതല്ലേ, ആ കിളികൾ ബിജു ആയിരിക്കട്ടെ, ഇത്ര എഴുതി ഉത്തരവൊന്നും പറഞ്ഞിരിക്കുന്നത്. ഇനി അതായത് ആ കിളികൾ സമം. അപ്പം ടീച്ചർ ഒന്ന് നോക്കും ബിജു, പക്ഷേ ടീച്ചറിന് 3 മാർക്ക് തരണമെങ്കിൽ 3 തരണം, അരമാർക്ക് പോലും കുറയ്ക്കാൻ പറ്റത്തില്ല ബിജു എന്ന് എഴുതിയത് കൊണ്ട്. അതുകൊണ്ട് പക്ഷേ നമുക്ക് പണ്ടേ ഗണിതശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാവർക്കും എക്സ് ആണ് ഇഷ്ടം, നമുക്ക് എക്സ് അങ്ങ് ഇടാം. അപ്പൊ എക്സ് എളുപ്പമുണ്ടല്ലോ, x-1 (2 -3 = 1) ഒരു ഇക്വേഷനായി. ഈ ഇത് ചെയ്തതാരാ? എൻ്റെ അടുത്ത് 3ാം ക്ലാസ്സിലെ കൊച്ചു പറയില്ലേ, അവൻ നല്ല 1ാം തരമായിട്ടാണ് ചെയ്യുന്നത്. ഇനി അവൻ ഇക്വേഷനൊന്നും അങ്ങനെയുള്ള വാക്കൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അവൻ കടങ്കഥ പറയുന്നു, അവനൊരു സംഖ്യ വിചാരിക്കുന്നു, അതിനോട് എന്തെങ്കിലും കൂട്ടുന്നു, ഗുണിക്കുന്നു, ഹരിക്കുന്നു, ഉത്തരം കണ്ടെത്തും, പറഞ്ഞിട്ട് സംഖ്യ പൊത്തിപ്പിടിക്കുക, ഞാൻ പറയും, അത് കഴിഞ്ഞ് ഞാൻ ഇടുന്നു, അവൻ പറയും, പിന്നെ അവൻ ചോദ്യം. അപ്പോൾ അവൻ ഇഷ്ടം പോലെ സിംപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യനാണ് തയ്യാറാക്കുന്നത്. 8ലും 9ലും പഠിക്കുന്ന ഇക്വേഷൻ, 8ലും 9ലും പഠിക്കുന്നതാണ് 3ാം ക്ലാസ്സിലെ കൊച്ച് ചോദ്യം ഇട്ട് തയ്യാറാക്കി ചെയ്യുന്നത്. അച്ഛനും അമ്മയും അന്തം വിട്ടിരിക്കുന്നു, ഞാൻ പറയുന്നേ 9ലും. മാഡം, ഇതിൽ നിന്ന് പിന്നീട് ഗണിത ചതുരംഗം, മാത്തമാറ്റിക്കൽ ചെസ് മാഡം ഡെവലപ്പ് ചെയ്ത് പ്രധാനമായിട്ട് അത് ഞാൻ ചെയ്ത ഈ മൈനസ് സംഖ്യയുടെ ക്രിയകൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഈ കളിക്ക് ഞാൻ റൂൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ 1 മുതൽ 50 വരെയും, -1 മുതൽ -50 വരെയും 0 ഉണ്ട്. എന്നിട്ട് ഇതിന് പിന്നെ ആദ്യമേ കുട്ടികൾ ഏതെങ്കിലും നമ്പറിലിരുന്ന് കളിക്കും, പിന്നെ ഇവന് ജയിക്കാൻ പറ്റിയ നമ്പർ ഇവന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ നറുക്കിടാൻ പറയും, നറുക്കിട്ടെടുക്കും. അപ്പോൾ ഇവന് 2 സംഖ്യ കിട്ടി, ഒരാൾക്ക് 15 കിട്ടി, ഒരാൾക്ക് 12 കിട്ടി. അപ്പം ഈ 15 ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് നീങ്ങണം, ആദ്യം നീങ്ങാൻ തുടങ്ങണം. അപ്പോൾ ഈ കളിയുടെ നിയമം ഇതാണ്, ഏത് 2 സംഖ്യകൾ ഗുണിച്ചാൽ ഈ കോയിൻ ഇരിക്കുന്ന കളത്തിലെ സംഖ്യ കിട്ടുമെന്ന് ആലോചിക്കണം. ഇപ്പം 5 × 3 = 15, വേറെ ഒന്നും അവിടെ ഇല്ല, 5 × 3 = 15. ഇനി ഈ 5 3 കൂട്ടിയാൽ എത്ര കിട്ടും? 8. ആ കളത്തിലോട്ട് പൊയ്ക്കണം. അപ്പോൾ അവൻ 5 × 3 = 15 എന്ന് പറയുകയും വേണം, 5 3 8 എന്ന് പറയുകയും വേണം. അതാണ് എൻ്റെ ട്രിക്ക്. അപ്പോൾ 8ലേക്ക് പോയി. ഇനി അടുത്ത 12ലിരിക്കുക. അവൻ ആലോചിക്കും, 4 × 3 = 12, 4 3 7ലേക്ക് പോകും. പക്ഷേ അവന് 8ൽ ചെന്ന് അവനെ ഔട്ടാക്കാം. ഏതെടുത്താലാ? 6 × 2 എടുക്കണം. 6 ഗുണം അത് 7 ഇപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ അവൻ ഓർക്കണം, അയ്യോ 6 × 2 എടുക്കായിരുന്നു. 6 × 2 12, 6 × 2 8 എന്ന് പറഞ്ഞ് 8ൽ ചെന്ന് അവനെ ഔട്ടാക്കി. അവൻ ഔട്ടായി അല്ലേ? അവൻ കളി തീർന്ന് ഇവൻ ജയിച്ചു. ഇത് 3 4 കുട്ടികൾക്ക് ഇരുന്ന് ഇങ്ങനെ കളിക്കാം, തുടർച്ചയായിട്ട് കളിക്കാം. ഇപ്പൊ 3 4 പേരിരിക്കുമ്പോൾ ഒരാളെ ഔട്ടാക്കും, ഔട്ടാക്കി ചെന്നിരിക്കുമ്പോൾ കൊണ്ട് മറ്റോ വന്ന് ഇവനെ ഔട്ടാക്കും, അവനെ ഔട്ടാക്കും എല്ലാം. അപ്പം പിന്നെ ഈ ഇവനെ ഔട്ടാക്കിയാൽ വേറൊരാൾ വന്ന് ഔട്ടാക്കുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഔട്ടാക്കാൻ പോവുകയില്ല. പിന്നെ ഇങ്ങനെ അങ്ങനെ കളിക്കും. നല്ല രസമാണ് ഇത്. ഇപ്പം -27 കിട്ടി, -45 കിട്ടി, ഇങ്ങനെ നീങ്ങണം. ഇങ്ങനെ കളിച്ച പിന്നെ അത് ഒരു റൂള്. അടുത്ത റൂള് ഇപ്പം നമ്മൾ കൂട്ടിയല്ലേ പോയത്, കുറച്ച് പോവുക. അവിടെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഇപ്പം -12 -6 × 2 എന്ന് എടുക്കും. ഇനി അങ്ങനെ ഒരാൾ 8ലിരിക്കാൻ ഇരിക്കട്ടെ, -6 × 2. അപ്പം -6ൽ നിന്നും 2 കുറച്ചാൽ -8 കിട്ടുന്നത്. അതൊക്കെയാണ് നമ്മൾ നേരത്തെ അതൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളിയിലൂടെയാണ് അത് ഉറയ്ക്കുന്നത്. അപ്പം -8. അപ്പോൾ ഇവന് 8ൽ പോകാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ഇവൻ ആലോചിക്കുമ്പം 2ൽ നിന്നും -6 കുറച്ചാൽ 2 - -6 2 + 6 8 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ഔട്ടായി. അപ്പം ഇവൻ അത് ഉറച്ച് പറയണോന്ന് ഞാൻ പറയും കുട്ടികളോട്, ഉറച്ച് പറഞ്ഞേ നീങ്ങുള്ളൂ. അതെ, ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്തതിനാണ് മാഡത്തിന് NCERT-യുടെ 2003 ഞാൻ ഈ കളികൾ കുട്ടികൾക്ക് കൊടുത്ത് ഇങ്ങനെ അന്നത്തെ DDക്ക് ഇത് മനസ്സിലായി. അപ്പം DD എന്നെ സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഡൽഹിക്ക് അയക്കണം, NCERT അയക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ട് അയച്ചു. ഇങ്ങനെയൊന്നും കിട്ടുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പേപ്പർ അവിടെ നിന്ന് വന്നു. ഞാൻ ചെല്ലണം ഡൽഹിയിൽ, എന്നെ സെലക്ട് ചെയ്തു. ഇങ്ങനെ കേരളത്തിൽ
കേരളത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നതെന്നൊക്കെയാണ് പത്രത്തിൽ കിടക്കുന്നത്. പത്രവാർത്തകളൊക്കെ വന്നായിരുന്നു. ഇത് കൂടാതെ മാഡം ഓൺലൈൻ പിന്നെ ഇത് ഞാൻ പിന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഗെയിം അല്ലേ ഇപ്പൊ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സോഫ്റ്റ്വെയർ ചെയ്ത് CD അതിനെ കുറിച്ചിട്ട് കൂടെ മാഡം അതിന്റെ ഞാനൊരു 3 ലക്ഷത്തിലേറെ ചെലവായി ഇതിന്റെ പേരന്റ് എടുത്തും എല്ലാം കൂടെ. ഈ ഗണിത ചതുരംഗം മാത്തമെറ്റിക്കൽ ചെസ് ഇപ്പം നമ്മൾ ചെസ് ബോർഡിൽ കളിച്ച അതേ ഗെയിം സോഫ്റ്റ്വെയർ ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ഗെയിം എടുക്കാം, ഗോൾഡൻ. ഇവിടെ ഒരു കുട്ടിയും കമ്പ്യൂട്ടറും കൂടെ കളിക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടറിന് കിട്ടിയിരിക്കുന്ന നമ്പർ 46 46. കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 29. ഇനി ഇവിടുന്ന് നീങ്ങണം. 29 ബ്ലിങ്ക് ചെയ്യുകയാണ്. അതിൽ നിന്ന് കുട്ടി നീങ്ങണം. ആദ്യത്തെ ഗെയിമിൻ്റെ റൂൾ ഇതാണ്, ഏത് 2 സംഖ്യകൾ ഗുണിച്ചാൽ 29 കിട്ടും. 29 ഫാക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് 1 × 29. ഇനി ആ 2 സംഖ്യകളും കൂട്ടണം. 29 1 30. അപ്പോൾ 30ലേക്ക് പോകാം. ഇനി കമ്പ്യൂട്ടർ നീങ്ങുകയാണ്. 46-ൽ നിന്നും കമ്പ്യൂട്ടർ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? -25ലേക്ക് പോയിരിക്കുകയാണ്. അപ്പം കമ്പ്യൂട്ടർ എടുത്തിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 23 2. 23 × 2 46. 23 2 കൂട്ടിയാൽ 25. പക്ഷേ 25-ലല്ല പോയിരിക്കുന്നത്, -25-ലാണ്. അപ്പം കമ്പ്യൂട്ടർ എടുത്തിരിക്കുന്ന 2 സംഖ്യകൾ -23 -2 -23-നെ -2 കൊണ്ട് ഗുണിച്ചാൽ 46 കിട്ടും. -23 -2 കൂട്ടിയാൽ -25 കിട്ടും. ഇനി ബ്ലിങ്ക് ചെയ്യുന്നത് 30. ഇങ്ങനെ നീങ്ങുമ്പോൾ കുട്ടി കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ ഇരിക്കുന്ന കളത്തിൽ പോയാൽ കമ്പ്യൂട്ടറിനെ ഔട്ടാക്കാം. കമ്പ്യൂട്ടർ കുട്ടിയുടെ കളത്തിൽ വന്നാൽ കുട്ടി ഔട്ടാകും. ഇപ്പോൾ 30. അപ്പോൾ അതനുസരിച്ച് സംഖ്യകൾ എടുക്കണം. 15 2 30 എന്നെടുത്താൽ 15 2 കൂട്ടി 17-ൽ പോകാം. 10 × 3 എന്നെടുത്താൽ 10 3 കൂട്ടി 13-ൽ പോകാം. -10 × -3 എന്നെടുക്കാം. അപ്പം ഏതെങ്കിലും 2 സംഖ്യകൾ എടുക്കുക. ഇപ്പോൾ നമുക്ക് 15 × 2 എടുക്കാം. 15 × 2 എടുത്താൽ 17-ൽ പോകാം. 17. കമ്പ്യൂട്ടർ -25-ൽ നിന്നും നീങ്ങുകയാണ്, 0-ൽ വന്നു. ഇപ്പം 17-ൽ നിന്നും 17 × 1 എന്നെടുത്ത് 18-ൽ പോകാം, അല്ലെങ്കിൽ -17 × 1 -1 എന്നെടുത്ത് -18-ൽ പോകാം. 18. ഇനി ഏതിൽ പോയാലും കുട്ടി ഔട്ടാവും. കമ്പ്യൂട്ടർ 0-ൽ നിന്നും കമ്പ്യൂട്ടർ എടുത്തത് 0 0 × 18. 0 -18 18. അങ്ങനെയാണ് കമ്പ്യൂട്ടർ വന്നത്. അതായത് 0-ന് ഇവിടെ വളരെ നല്ലൊരു വിലയാണുള്ളത്. 0-ൽ വന്നാൽ ആരെയും ഔട്ടാക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഗെയിം അങ്ങനെ കളിക്കാം. ഇതുപോലെ അടുത്ത ഗെയിം ഒന്നിലധികം കുട്ടികളുടെ കളിക്കുന്നതാണ്. അങ്ങനെ പിന്നെ ആദ്യത്തെ 4 ഗെയിം കഴിഞ്ഞാൽ അടുത്ത 4 ഗെയിം പ്ലസ് ചെയ്ത് പോകുന്നതല്ല, മൈനസ് ചെയ്ത് പോകുന്നതാണ്. ഈ ഗെയിം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് കളിക്കാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിൽ ഇത് പിന്നെ പ്ലേ സ്റ്റോർ എടുത്താൽ കിട്ടും. പ്ലേ സ്റ്റോർ എടുത്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. മേഴ്സി പീറ്റേഴ്സ് എന്നടിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ഗെയിം എല്ലാം കിട്ടും. അത് എത്രമാത്രം കുട്ടികളിൽ എത്തുന്നുണ്ട്? കുട്ടികൾ ഞാൻ സ്കൂളുകളിലൊക്കെ, ഞാൻ പോകുന്ന സ്കൂളുകളിലെല്ലാം കൊടുക്കുന്നു. സ്കൂളിൽ ഞാൻ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുക്കും, കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കണമെന്ന് പറയും. പിന്നെ വലിയ വലിയ സ്കൂളുകളിൽ ഈ CD-കൾ കുറേ കുട്ടികൾക്ക് അവർ വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ നമുക്കിത് ബിസിനസ് അല്ല. എനിക്കിതുവരെ ഞാൻ ചെയ്തതിൻ്റെ എമൗണ്ട് ഒന്നും എനിക്ക് ഇന്നുവരെ ഞാൻ കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ പോയിട്ടുമില്ല. പക്ഷേ എങ്കിലും കുട്ടികളിൽ ഇത് എത്തണം എങ്ങനെയെങ്കിലും. അതാണ് അങ്ങനെ. ഇപ്പം പിന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ പ്രോജക്റ്റ് എടുത്ത് ഇത് ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് ഗവൺമെൻറ് ഹൈസ്കൂള്, അവിടെ കുട്ടികൾ 2-3 വർഷമായിട്ടും ആരും അങ്ങനെ ജയിക്കുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പിന്നെ പരിഷത്തിൻ്റെ പ്രവർത്തകർ, ഇവരൊക്കെ കൂടെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ചെന്നു. 4 ദിവസം സ്കൂളിന് അവധി കൊടുത്തു. 4 ദിവസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ താമസിച്ച് എന്നെ രാവിലെ കൊണ്ടുവരും, വൈകിട്ട് എന്നെ വിളിച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ സ്കൂളിൽ ഇല്ല കുട്ടികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടികൾക്ക് എല്ലാം ടീച്ചേഴ്സും കുട്ടികളും എല്ലാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അപ്പോൾ മാഡം പറയുന്നത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങാതെ പുറത്തേക്ക് കുട്ടികളുടെ അടുത്തുള്ള പഠന രീതി. പിന്നെ എറണാകുളം രാജഗിരി സ്കൂള്, ഡോൺ ബോസ്കോ സ്കൂൾ, ഇരിങ്ങാലൊക്കെ ഡോൺ ബോസ്കോ സ്കൂൾ, ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ക്ലാസ് അവിടെ ആ സ്കൂളിൽ ഒരു ദിവസം അവധി കൊടുക്കും, രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ ക്ലാസ്സാണ്. അല്ല, ഇത് കൂടാതെ വിദേശ രാജ്യങ്ങളിലും ഈ പ്രോഗ്രാം അവിടെ ഞാൻ എൻ്റെ മക്കളെ കുവൈറ്റില്ല. അങ്ങനെ കുവൈറ്റിൽ പോയപ്പം ഇവരെ എങ്ങനെയോ ഫേസ്ബുക്കിൽ അങ്ങാണ്ട് കണ്ടിട്ട് പിന്നെ അവർ എൻ്റെ മക്കളിട്ടതായിരിക്കും. പിന്നെ ഇവിടെ
നിന്നൊക്കെ വന്നു, സ്കൂളുകളിൽ നിന്ന് ആളുകൾ വന്നു. അങ്ങനെ ഗൾഫ് ഇന്ത്യൻ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്തു. ടീച്ചേഴ്സിന് അവിടെയും ടീച്ചേഴ്സിനെ അടുത്തേ അവിടെ. പിന്നെ ഇന്ത്യൻ സ്കൂളുകളൊക്കെ ബസ്സുമായിട്ട് വരുന്നു. അങ്ങനെ എനിക്ക് പോകാൻ വലിയ വിഷമമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല, അവിടെ കൊണ്ടുപോയി ക്ലാസ് എടുത്ത് തിരിച്ചിഞ്ഞ് കൊണ്ടുവരും എന്ന് പറയാൻ പോയി ഞാൻ. അങ്ങനെ 2 ഇന്ത്യൻ സ്കൂളിൽ പോയി. പിന്നെ ഞാനിങ്ങ് പോന്നു. പിന്നെ മാഡം നിർഭയം ഗണിതം പദ്ധതിയെക്കുറിച്ച് അതെങ്ങനെയാണ്? അല്ല, എന്നിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ജില്ലാ പഞ്ചായത്തുകളിൽ, അത് കഴിഞ്ഞ് ഇവിടെ കൊല്ലം എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ, തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളം. തൃശ്ശൂർ നല്ല റിസൾട്ടായിരുന്നു. പിന്നെ അടുത്ത ഇതിന് ഇപ്പോൾ സ്കൂൾ നല്ല റിസൾട്ട് നമ്മൾ കണക്കാക്കുന്നത് കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ കണക്കാക്കുന്നത്? അതോ അല്ല, പിന്നെ കൂടുതൽ പേര് ജയിച്ചു, അന്ന് ജയിക്കാതെ കിടന്ന സ്കൂളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എറണാകുളം ശതമാനം കൂടി. വിജയശതമാനം കൂടി. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് എടുത്തു. അന്നേരം ഈ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് ഒരു ചെറിയ ഈഗോ ക്ലാഷ്. അവർക്ക് ഞാനങ്ങനെ എടുക്കുന്ന എൻ്റെ പരിപാടി നല്ലതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അപ്പോൾ അവർ അങ്ങ് തടയിടാൻ തുടങ്ങി, എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ ഈ പ്രാവശ്യം ടീച്ചറെ അവരിങ്ങനെ എടുത്തില്ല, അടുത്ത വർഷം എടുക്കുക, ആരെതിർത്താലും എടുക്കുമെന്ന് പറയാം. അതിന് അടുത്ത വർഷം എടുത്തു. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നിർഭയ ഗണിതം പേരിട്ട് എടുത്തു വെച്ചു. വളരെ സന്തോഷത്തോടെ എടുത്തു വെച്ചാണ് ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കാനായിട്ട്. അപ്പോഴും ഇതുപോലെ ഇവർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ് ഇത് ഇപ്പോഴത്തെ പദ്ധതിയായിട്ട് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പദ്ധതി എടുത്ത് കള എന്നാലല്ലേ. അങ്ങനെ പിന്നെ ഞാൻ കേരളം മുഴുവൻ ജില്ലാ പഞ്ചായത്തുകളിൽ കാറും വണ്ടിയായിട്ട് ഇങ്ങനെ കറങ്ങി 1-2 പ്രാവശ്യം പോയി. പിന്നെ അങ്ങനെ നമ്മൾ കുറേ പണം അങ്ങനെ ചെലവാക്കി. പക്ഷെ അത് എന്തിനു വേണ്ടിയാ? ഇത് എനിക്ക് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്തായിരുന്നു ഇത് ചെയ്തപ്പം, ഇതെല്ലാ ടീച്ചേഴ്സിനും ഇത് കിട്ടണം. ടീച്ചേഴ്സിന് വളരെ സന്തോഷം. എറണാകുളത്തൊക്കെ ക്ലാസ് എടുത്തപ്പം ടീച്ചേഴ്സ് വന്ന് കെട്ടിപ്പിടിക്കും തന്നെ, ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ വരണേന്നും പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമാണ് ടീച്ചർ. പിന്നെ നമ്മുടെ പിന്നെ പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് കണക്കിന് മിടുക്കനാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ വിഷയത്തിനും മിടുക്കനായിരിക്കും ഒരു ധാരണയുണ്ടല്ലോ. കുറച്ചൊക്കെ ശരിയാണത്. കാരണം എന്താണെന്നോ, ഈ കണക്ക് എന്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അച്ഛൻ്റെ മകൻ്റെ വയസ്സറിയാനാണോ? ഒരു ടിൻറ്റുമൻ ക്ലാസ്സിലുണ്ടാ ചോദിക്കുമല്ലോ, അച്ഛൻ ഇപ്പം ഇത്ര വയസ്സുണ്ട്, 8 വർഷം കഴിയുമ്പോൾ അച്ഛന് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. അങ്ങനെയാണ് ഇപ്പം അച്ഛൻ്റെ ടിൻറ്റുമൻ ക്ലാസ്സിലുണ്ട് എന്തായിരിക്കും ടീച്ചറെ ആ അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി വയസ്സ് ചോദിച്ചോണ്ട് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വയസ്സറിയാനല്ലല്ലോ ഈ കണക്ക് കൊടുക്കുന്നത്, ചിന്തിക്കാനാണ് അല്ലേ. ഒരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടാകണം, യുക്തിചിന്ത വളർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഗണിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ ടീച്ചർ? ഇതല്ലാതെ നമ്മളിപ്പോൾ കളിക്കത്തില്ലേ, കുട്ടികളായിട്ട് കളിക്കുമ്പോഴത്തേക്ക് മനസ്സിലൊരു സംഖ്യ വിചാരിക്കുക, അതിനെ വെച്ചിട്ട് ഗുണിതങ്ങൾ, കടങ്കഥകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെയുള്ള കടങ്കഥകളൊക്കെ കുട്ടികളോട് ചോദിക്കാമല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കണക്കാണ് പഠിപ്പിക്കുന്നതെന്ന് കുട്ടികൾക്ക് തോന്നരുത്. മറ്റു രീതിയിൽ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഞാൻ കണ്ടതാണ്. വർക്കൗട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് അത്. ഞാൻ ആദ്യം കൊല്ലം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു, അവിടെ ട്രാൻസ്ഫറായി വാളത്തിങ്കൽ ഗേൾസ് ഹൈസ്കൂളിൽ വന്നു. അപ്പം ആദ്യമായിട്ട് ആ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുക. ഇപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു ഇപ്പം എന്താ നിങ്ങൾക്ക് പീരീഡ്? അത് കണക്കാ. ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും. ഞാൻ പറഞ്ഞു കണക്ക് ടീച്ചർ വന്നില്ല അല്ലേ? ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വല്ല കളിയോ പാട്ടോ ഒക്കെ പാടി ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളി പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു കൈതാരം എറണാകുളം അപ്പുറത്താണ് ഒരു കല്യാണം നടന്നു. പക്ഷേ ഞങ്ങൾ പിന്നീടാണ് പോയത്. എൻ്റെ കൂട്ടുകാരൊക്കെ നേരത്തെ അങ്ങ് പോയി. അതെ, പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ പോവാം. അപ്പം ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവരും അവിടെ നിന്ന് തിരിക്കുക. ഇവിടുന്ന് 200 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങളുടെ ഒരു വെള്ളക്കാറാണ്, അവരുടെ ഒരു നീലക്കാറാണ്. ഇത് കണക്കാണോ ടീച്ചർ പറയുന്നത്? നീലക്കാറാ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഒത്തിരി സ്പീഡിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 60 കിലോമീറ്റർ സ്പീഡിൽ ഇവിടുന്ന് പോവുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്താ വരുന്നു അവരുടെ കാറ്. ഞങ്ങളുടെ 2 കാറൂടെ കൂട്ടിമുട്ടിയില്ല, കണ്ടുമുട്ടി. നമ്മൾ 60 കിലോമീറ്റർ വേഗത പോവാ, 200 കിലോമീറ്റർ ദൂരമുണ്ട്. ഇങ്ങനെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. കല്യാണത്തിന് പോകുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾ പോവാ. എന്നിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഒത്തിരി സ്പീഡിലാണ് പോയി, 60 കിലോമീറ്റർ വേഗതയിലാണ് പോയി. 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 60 കിലോമീറ്റർ ചെല്ലും. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടുമുട്ടി. അപ്പോൾ അവരെത്ര വേഗതയിലായിരിക്കും ഇവിടെ വന്നത്. പിള്ളേരെ പെട്ടെന്ന് ആൻസർ പറയുന്നു, 40 കിലോമീറ്റർ ഒരു കൊച്ചു പെട്ടെന്ന് പറഞ്ഞു. ടീച്ചർ നിരവധി ഗെയിംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് നെറ്റിലെല്ലാം കിട്ടുന്ന ഗൂഗിൾ ആപ്സ് ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് കുട്ടികളിൽ കണക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കടത്തിവിടാൻ സാധിക്കുക ഗെയിമുകളിലൂടെ? ഗെയിമുകളിലൂടെ അത് ആ ഗെയിം അതുപോലെ
കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ആയിരിക്കണം, താല്പര്യമുള്ള ഗെയിം ആകണം. ടീച്ചറിന്റെ അത്തരത്തിലുള്ള സംഭാവന കോൺട്രിബ്യൂഷൻ ഇതിപ്പം ഞാൻ ഈ ഗെയിമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം പ്രോഗ്രഷൻ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, പ്രോഗ്രഷൻ പഠിപ്പിക്കണം. അപ്പം ഞാൻ ക്ലാസ്സിൻ്റെ ഞാൻ ചുമ്മാ ഒരു മാജിക്കൊക്കെ ഇങ്ങനെ കാണിക്കും. പ്രോഗ്രഷൻ പിന്നെ ആദ്യം ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറയും, ഇങ്ങനെ പിന്നെ 1 2 3 അത് കഴിഞ്ഞ് അടുത്ത നമ്പർ ആണെന്ന് ചോദിക്കുമ്പം കുട്ടി പറയുന്നത് എന്താ 4 പറയുമല്ലോ, 4 പറയല്ലേ. ഞാൻ പറയും അല്ല എന്ന് ഞാൻ പറയും. അപ്പം കുട്ടികളെല്ലാം അന്തം വിട്ടിരിക്കും. 1 2 3 കഴിഞ്ഞാൽ 4 അല്ലേ ടീച്ചർ? 4 അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് 4 അല്ല, എൻ്റെ നമ്പർ പ്രോഗ്രസ് ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പം നമ്മളുടെ ഈ സംസാരത്തിൽ നിന്ന് വേണം അവരാ പ്രോഗ്രസ് ചെയ്ത് പോവുക, ആ വാക്കൊക്കെ അവർക്ക് കിട്ടേണ്ടത്. അത് ഞാൻ ഉടനെ പറയും, ഞാൻ ഈ പറയാൻ തുടങ്ങിയത് ഞാനൊരു മാജിക്ക് കാണിക്കും, അതിലെ ആ നമ്പർ പ്രോഗ്രസ് ചെയ്ത് പോകുന്നതാണ് ഞാൻ ഈ പറയാൻ തുടങ്ങിയ 1 2 3 അത് കഴിഞ്ഞാൽ 4 വരത്തില്ല. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന മാജിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സംഖ്യ പറയണമെങ്കിൽ ഈ സംഖ്യകൾ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ഏത് രീതിയിലാണ്, ഏത് നിയമമാണ്, അല്ലെങ്കിൽ ഏത് സന്ദർഭമാണ്, അത് നിങ്ങൾ അറിയണം. ഇപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നു. അപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഏതെങ്കിലും ഒരു സംഖ്യയുടെ കൂട്ടി പോകുന്നതാണോ. അപ്പം ആ സന്ദർഭം അറിയാം. അതുകൊണ്ടാണ് ഒരു 3ന്റെ കൂടെ 2 കൂട്ടി പോയാൽ 3 കഴിഞ്ഞാൽ എത്രയെന്ന് വെച്ചാൽ 5 നിങ്ങൾ പറയും, 5 കഴിഞ്ഞാൽ എത്രയെന്ന് വെച്ചാൽ 7 നിങ്ങൾ പറയും, 7 കഴിഞ്ഞാൽ 8 നിങ്ങൾ പറയില്ല, 9 പറയൂ. അത് ആ സന്ദർഭം അറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രോഗ്രഷൻ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ആ സന്ദർഭം അറിയണം. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ 1 2 3 കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ ഞാനൊരു മാജിക്ക് ഇപ്പോൾ 1 2 3 4 കഴിഞ്ഞാൽ ഇവിടെ 4 പച്ച ബട്ടൺസ് വെച്ചിട്ടുണ്ട്, ഒരു കോയിൻ വെച്ചിട്ടുണ്ട്, ഇവിടെ ചുവപ്പ് 4 എണ്ണം ഉണ്ട്. ഈ 4 പച്ച ഇപ്പുറത്ത് കൊണ്ടുവരണം, ഈ 4 ചുവപ്പ് ഇപ്പുറത്ത് കൊണ്ടുവരണം. അത് ചുമ്മാ എടുത്ത് പിറക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല, ഞാൻ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നീക്കാവും. ഒരു കോളം ബ്ലാങ്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നീക്കാം. ഒരെണ്ണത്തിനെ മാത്രം ഓവർടേക്ക് ചെയ്യുക, ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാം. പിന്നെ അടുത്ത കളം വേക്കേണ്ടതാണെങ്കിൽ അങ്ങോട്ട് നീക്കാം. ഇങ്ങനെയൊക്കെ നീക്കി ഈ 4 എണ്ണം 4 പച്ച ഇവിടെ കൊണ്ടുവരണം, ഈ 4 ചുവപ്പ് ഇവിടെ കൊണ്ടുവരണം. ടീച്ചർ അതൊന്ന് പൂർത്തീകരിച്ചേ. 1 2 2 നീക്കണം ഇവിടുന്ന്. ഇനി ഇവിടുന്ന് 3 എണ്ണം നീക്കണം. പച്ചയാണ് ഇങ്ങോട്ട്, അത് തെറ്റിപ്പോയത് എനിക്ക് നേരത്തെ. 3 നീക്കണം. 1 2 ആയല്ലേ ഉള്ളു. 1 2 3. ഇനി ചുവപ്പ് 4. 1 2 3 4. അപ്പം 2 പ്രാവശ്യം 4 ആയല്ലോ. ഇനി ഒന്നുകൂടെ 1 2 3 4. ഇപ്പം 2 പ്രാവശ്യം 4 ആയി അല്ലേ. ഇനി ഒരു പ്രാവശ്യം കൂടെ 1 2 3 4. ഇപ്പം ഇനി 3 പ്രാവശ്യം 1 2 3. ഇനി 2 പ്രാവശ്യം 1 2. ഇനി ഒരു പ്രാവശ്യം. അങ്ങനെ. അപ്പം ഈ പ്രോഗ്രഷൻ പറയുന്നത് ഈ സംഖ്യകൾ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? 1 2 3 4 4 4 3 2 1. അത് പഠിപ്പിക്കുന്നതാണ് ഈ ലളിതമായ. അപ്പം അപ്പോൾ ഈ പിന്നെ അടുത്ത സംഖ്യ അറിയണമെങ്കിൽ ഇത് എന്താണ് ഇതിന്റെ സന്ദർഭം അതറിയണം. ഇത് ആദ്യം പഠിച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രെയിൻ ചെയ്യല്ലേ. ഇത് 4 എണ്ണം ഇപ്പുറത്ത് മാറ്റണം ഈ റൂൾ അനുസരിച്ച് നീക്കണം. നമ്മൾ എടുക്കുന്ന മൂവ്മെന്റ്സ് അതാണ്. അപ്പം അത് ചിന്തിച്ച് അറിഞ്ഞാലേ അടുത്ത നമ്പർ പറയാൻ പറ്റൂ. അപ്പം അതാണ് ഈ നമ്പർ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. മാഡം മുതുകാടിനോടൊപ്പം തന്നെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പ്രോഗ്രാമിനെ കൂടെ പറഞ്ഞ് നമുക്ക്. മുതുകാടിൻ്റെ അവിടെ ചെയ്ത പ്രോഗ്രാം അത് കുട്ടികൾ വേണം, ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചുള്ള ഒരു. അതെന്ത് തരത്തിലുള്ള കണക്കിന്റെ കളിയായിരുന്നു? അത് പിന്നെ അതൊക്കെ ചുമ്മാ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള 3 കുട്ടികളെ ഇങ്ങനെ നിർത്തും, പുറകിലായിട്ട് നിർത്തും. പിന്നെ 3 പച്ച തൊപ്പിയും 2 ചുവപ്പ് തൊപ്പി, 5 തൊപ്പികൾ. അത് ഇവർ കാണുന്നില്ല. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുട്ടി ഒന്നും കാണുന്നില്ല, ഇങ്ങനെ ഓരോന്നോരോന്ന് വെക്കും. അപ്പോൾ പുറകെ നിൽക്കുന്ന കുട്ടിക്ക് ഈ ബാക്കി 2 പേരുടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളിന് മുമ്പിൽ നിൽക്കുന്നുണ്ടേ കാണാൻ പറ്റും, മുമ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ അവസാനം ചോദിക്കും, ഏറ്റവും പുറകെ നിൽക്കുന്ന ആളിനോട് ചോദിക്കും, എൻ്റെ തലയിരിക്കുന്ന തൊപ്പിയുടെ കളർ എന്തോന്ന്. അപ്പം പിന്നെ
2 പച്ച ഇവിടെ വന്നു പോയെങ്കിൽ അവൻ പറയും എൻ്റെ തലേ ചുവപ്പാണെന്ന്. അതെ അപ്പോൾ ഇതെല്ലാം മുമ്പിൽ നിൽക്കുന്ന കുട്ടി കേട്ടോണ്ട് നിൽക്കുമല്ലേ, അതെ. അവൾ ചിന്തിക്കും. അടുത്ത കുട്ടിയോട് ചോദിക്കും. അപ്പം അവൻ പച്ച എന്ന് പറയും. ഇവൻ പറഞ്ഞതുകൊണ്ട്, ഇവൻ ആൻസർ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് പച്ചയാണ്, അത് പച്ചയാണെന്ന്. അതെ. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ ചിന്തിപ്പിക്കുക. നിരവധി ഗെയിമുകളും പ്രോഗ്രാംസും നമ്മുടെ നെറ്റിൽ ഗൂഗിളിൽ ഇപ്പോൾ ലഭ്യമാണല്ലോ അല്ലേ മാഡം? എല്ലാം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കണക്കിൽ കുറച്ചും കൂടി അനായാസന കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ഗെയിമുകൾ ഇനിയും തുടർന്നും മാഡത്തിൻ്റെ ഭാഗത്തു നിന്നും നൂതനമായ ആശയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾക്ക് ഇത്രയേറെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.